gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She always has trouble falling asleep, and she likes to cuddle while under the sheets. She loves pop songs and dancing and bad trash TV. There's still a few other things. She loves love notes and babies and likes giving gifts. Has a hard time accepting a good compliment. And she loves her whole family and all of her friends. So if you're the one she lets in, take it. If she gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She'll love you if you love her on days when it feels like the whole world might cave in. Stand side by side and you'll make it. She's the best thing that you'll ever have. She'll love you if you love her like that. Kiss her with passion as much as you can. Run your hands through her hair whenever she's sad. And when she doesn't notice how pretty she is, tell her over and over so she never forgets. Take it. If she gives you her heart, don't you break it. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബലവാനാം ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, Lord,
അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. നല്ല ഭവനാന്തരീക്ഷത്തിൽ, നല്ല കൂട്ടായ്മ അന്തരീക്ഷത്തിൽ ശാന്തതയോടും സ്വസ്ഥതയോടും കൂടെ ജനിച്ച് വളർത്തപ്പെടുവാൻ, ശിക്ഷണാബോധത്തോടും ദൈവകൃപയോടും കൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമായിരിക്കാൻ ദൈവം തന്നിട്ടുള്ള ഭാഗ്യാവസ്ഥയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച്, ഞങ്ങളുടെ പ്രായത്തിനനുസരിച്ച് വേണ്ടതായ നന്മകളൊക്കെ അവിടെ നൽകുന്ന ദൈവമാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് ഉദാശയിലൂടെ വിവാഹ ജീവിതം പ്രവേശിക്കുന്നതായിട്ടുള്ള നിന്റെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ വിദ്യാഭ്യാസം, കർത്താവെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തക്കതായ ആലോചനകളൊക്കെ കൊടുത്ത് നടത്തിയ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ദൈവിക ആലോചനയും നൽകിയല്ലോ. ദൈവമായ കർത്താവെ, ഇന്ന് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ നിന്റെ മക്കൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എല്ലാ നന്മകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ അനവരതമായ നന്മകൾ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഭവനത്തെ തൃക്കരങ്ങളിൽ വീണ്ടും ഏൽപ്പിക്കുന്നു. പ്രായമുള്ള അപ്പച്ചനെയും അമ്മച്ചെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അവരുടെ വലിയ പ്രാർത്ഥനാനുഭവം കർത്താവെ ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ടും നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട നിന്റെ മക്കളെ ഇരുവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെയായിരുന്നു നിന്റെ ദാസനൊക്കെ തക്ക സമയത്ത് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ ദൈവകൃപയൊക്കെ നൽകുന്നതിനായിട്ട് സ്തോത്രം. വിഷ്ണുമോളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ വലിയ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട കൊച്ചുമകനായിട്ടും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനായി കൊച്ചമ്മയ്ക്കായി സ്തോത്രം. സഹോദര, പ്രിയപ്പെട്ട കുടുംബങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെല്ലാവരും ഒരുമിച്ച് കർത്താവെ സന്തോഷത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കുചേരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് കർത്താവെ ദേവാലയത്തിലൊക്കെ പോയി കൂദാശകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ നടത്തിപ്പ് അനുഭവിപ്പാൻ കൊണ്ട് സഹായിക്കണമേ. അവിടെയുള്ള പ്രിയപ്പെട്ട മകനെയും ആ കുടുംബാംഗങ്ങളെയും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്നതായ വിവാഹ ശുശ്രൂഷയിലും തുടർന്ന് നടക്കുന്നതായ ചടങ്ങുകളിലും ഞങ്ങളുടെ യാത്രയിലെ പോക്കിലെ വരവിലൊക്കെ ദൈവത്തിന്റെ ദിവ്യമായ പരിപാലനവും കർത്താവെ കൃപയുമൊക്കെ അനുഭവിപ്പാൻ കൊണ്ട് ഞങ്ങളെ ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഇതുവരെയും വ്യാപരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. നിന്റെ മകളെ പ്രത്യേകിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിപാലകനായ പരിശുദ്ധ റൂഹായുടെ കാവലും പരിപാലനവും വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്ന എന്റെ മകളോടും മകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകനോടും ആശീർവദിക്കുന്ന വിവാഹ കുദാശയോടുകൂടെ ഞങ്ങളുടെ എല്ലാ ഇന്നത്തെ യാത്രയോടും മറ്റെല്ലാ ക്രമീകരണങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. There's no way I'll ever get it back again. All the time I wasted, all the time I spent drinking to the back of the bottle, just trying to fill a space that was hollow. Never knew I needed you to fill me in. Had a dream that you came and went. Now I see what could have been. If there was no you, I know where I'd be. I'd be taking shots on a boulevard, making plans I can't keep. Having real good times with some real bad friends, never knowing it could be different. If there was no you, I'd be incomplete. Would I be wrong to say I'd do it all again, knowing that I can't have you in the end? Now you're the only pill I would swallow, and I won't even regret it tomorrow. I guess that there's a reason for everything. Had a dream that you came and went. Now I see what could have been. If there was no you, I know where I'd be.
shots on a boulevard, making plans I can't keep. Having real good times with some real bad friends, never knowing it could be different. If there was no you, I'd be incomplete. Had a dream that you came and went. Now I see what could have been. If there was no you, I know where I'd be. I'd be getting drunk on a boulevard, making plans I won't keep. Having real good times with some real bad friends, never knowing it could be different. If there was no you, I'd be incomplete. There's no way I'll ever get it back again.
ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇവർ തന്റെ ആവിഷ്കാരമൊക്കെ മന്യനും സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണായിട്ട് ഉണ്ടായിരിക്കുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും വരകളിൽ നിന്നും അതിനെ വീഴ്പ്പാക്കുകയും സഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ വിവാഹം നിശ്ചയിക്കപ്പെടുവാനായി തീരുകയും മ്ലേച്ഛവിശ്വാസികളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന ശിഹാതമ്പുരാന് തന്റെ അടികാരുടെ മോചനം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവരുടെയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശവമായ ഇതിനെ കാരുണ്യപൂർവമായ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, വരുവാനിരിക്കുന്ന ലോകത്തിന് വഴിയില്ലാത്ത മണ്ഡലരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരങ്ങളെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സഭയിൽ മക്കൾ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുടെ റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വ് തന്നെ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ
നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം നീ കരയറ്റുകയും ചെയ്യണം. വിശ്വാസികളെ നിങ്ങളുടെ പ്രയത്നങ്ങളിലൂടെയും 30,000, 60,000, 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ത്രീവ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് നിന്നോട്ടിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഒന്നാം ഭാഗം ശുശ്രൂഷയായ മോതിരമാളിന്റെ ശുശ്രൂഷ പൂർണ്ണമായി. രണ്ടാം ഭാഗം ശുശ്രൂഷയായ കിരീടമാളിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ക്രിസ്ത്യ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ ആവശ്യമായ പ്രബോധനം നൽകുവാനാണ് ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ആദരണീയരായ ഈ ശ്രേഷ്ഠരെ, ഇന്ന് വിശുദ്ധ ആത്മദാസികളുടെ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മെൽവിൻ ജസ്മൻ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏറ്റവും പുരാതനമായ ദൈവിക സ്ഥാപനമാണല്ലോ പരിശുദ്ധ കുടുംബം. എന്നാൽ ഇന്ന് കാറ്റത്ത് കിളിക്കൂട് പോലെ കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് കാർമീനായിട്ടുള്ള പരിശുദ്ധ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്കാണ് മണവാട്ടും മണവാട്ടിയും ഒരു കുടുംബ ജീവിതത്തിലൂടെ പ്രവേശിക്കുവാൻ വരുന്നത്. അതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും കരുതലിലും വിട്ടുവീഴ്ചയിലുമാണല്ലോ ഒരു കുടുംബജീവിതം അനുഗ്രഹമായി തീരുന്നത്. ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ പരസ്പരം തോറ്റുകൊടുക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ കുടുംബജീവിതം വിജയകരമായി തീരുന്നത്. ഇന്ന് വല്ലാതെ ഈഗോ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ, ലോകത്തെ സ്നേഹിച്ചതുപോലെ ഒരു സെൽഫ് സാക്രിഫൈസ് ലവ് ആണ് ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. സ്വയം ത്യജിക്കുന്ന ദൈവസ്നേഹം ഒരു കുടുംബജീവിതത്തിന്റെ അനുഗ്രഹവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ കുടുംബനാഥനായിട്ട് മാത്രമല്ല അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ കുടുംബനാഥ മക്കൾ അവർ പരസ്പരം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവിക സ്ഥാപനമാണല്ലോ ക്രിസ്തീയ കുടുംബം. അതിലൂടെയാണ് കുടുംബം സ്വർഗത്തിന്റെ അടയാളമായിട്ട് തീരുന്നത്.
പരദീസയുടെ അടയാളമായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം കൃത്യമായിട്ട് കാര്യവിചാരകത്തോടെ നമ്മൾ നിർവഹിക്കണം. അവിടെ വീഴ്ച വരുത്തുമ്പോഴാണ് പരദീസയാകേണ്ട കുടുംബം നരകത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ദൈവം എന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ജീവപര്യന്തം മരണപര്യന്തം വിശ്വസ്തരായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു യാത്രയിൽ ഇത് നിങ്ങൾ കൂടിച്ചേരുകയാണ്. ഇവിടെ സുഖങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം, അസുഖങ്ങളുണ്ടാകാം, സൗഖ്യത്തിന് അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കൂടെ ഇരിക്കുന്ന ദൈവകരുതലിലും കൃപയിലും ആശ്രയിച്ചാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് പരസ്പരം കൈകളെ പിടിക്കുമ്പോൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഏത് പ്രതിസന്ധി വന്നാലും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ധർമ്മപ്പെട്ടിയിൽ ഇടുന്ന പണം നമുക്ക് ദൈവത്തിന് കൊടുക്കുന്നതാണ്, തിരികെ എടുക്കുവാനുള്ള അർഹതയിൽ. ഇത് സമർപ്പണമാണ്. ഇന്ന് ദൈവസന്നിധി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇത് തിരികെ എടുക്കുവാനോ അല്ലെങ്കിൽ അത് തകർക്കുവാനോ ഉള്ള ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. ഇന്ന് മരണപര്യന്തം വിശ്വസ്തരായിട്ട് കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തക്കമുള്ള ഒരു നിയോഗമാണ് ഇന്ന് മുതൽ ദൈവം നിങ്ങളെ പരമേൽപ്പിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന കവിയായിരിക്കുന്ന കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്: കാന്തന് കണ്ണ് പാടില്ല, കാന്തയ്ക്ക് കാത് പാടില്ല, എന്നാൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിലോ അത് കുന്തമായി തീരും. ഇന്ന് മുറിവേൽക്കുന്ന അനേക ദാമ്പത്യ ജീവിതങ്ങളുടെ മധ്യത്തിലൂടെയാണ് നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിലൂടെയാണ് കുടുംബജീവിതം അനുഗ്രഹമായി തീരുന്നത്. നമ്മൾ പാട്ടിൽ ഓർപ്പിക്കുന്നത് പോലെ അബ്രഹാമിനെ സാറായും അനുഗ്രഹിച്ച ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. പൂർവ്വ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുള്ള ഒരു കുടുംബജീവിതമല്ല, മറിച്ച് അവിടെയെല്ലാം ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴും അവർക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് അവരുടെ കുടുംബജീവിതം നയിപ്പാൻ സാധിച്ചു. അതുകൊണ്ട് മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോടലോ ഇല്ലായ്മയല്ല, മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തോടെ നിൽക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്ന നിലയിൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബം എന്ന നിലയിൽ, ഒരുമിച്ച് പ്രശ്നങ്ങളെ പങ്കുവെക്കുന്ന കുടുംബങ്ങൾ എന്ന നിലയിൽ അയൽപക്കങ്ങളുടെ സന്തോഷവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ പങ്കുവെക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ തക്കവണ്ണം ഭാവിയിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ പ്രസംഗിക്കുന്നു. സ്നേഹാനന്ദിത്രമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, പിന്നെ ഞങ്ങൾ ഈ സമയത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയങ്ങളോട് ഈ സ്ഥാപനം ചെയ്തു. ദൈവമേ, വിശുദ്ധ വിവാഹശേഷപ്പെട്ട കുടുംബത്തെ പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദ്യുതിക്കായിട്ട് നന്ദിയോട് ഈ സ്ഥാപനം ചെയ്തു. എത്രത്തോളം അവരെ നടത്തിയ പരിപാടി തക്ക സമയത്ത് കുടുംബത്തിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നതായിട്ട് നന്ദിയോട് ഈ സ്ഥാപനം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ കേട്ട പോലെ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങളെക്കാൾ സേവിക്കുന്ന ദേശം ചേർന്ന് സാക്ഷ്യം ജീവിക്കാൻ സഹായിക്കുന്നു. അവിടുന്ന് അവരുടെ ഭവനത്തെ പണിയുന്നു. കർത്താവിയുടെ പണിയുന്നില്ലാങ്കിൽ പണിയുന്നവർ അധ്വാനിക്കുന്നു. കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ജാഗരിക്കുന്നു എന്ന് പറഞ്ഞ ഓർത്തിട്ടുണ്ട്. അവരവരുടെ കൃപയിൽ ആശ്രയിച്ച് ദൈവങ്ങളായിട്ട് ജീവിക്കാൻ അവരെ സഹായിക്കുന്നു. ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാത്രമല്ല പ്രയാസങ്ങളെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ പറ്റിച്ചാലും ജീവിക്കാനുള്ള കൃപ നൽകി അവരെ ബലപ്പെടുത്തുന്ന പ്രാർത്ഥിക്കും. ഇന്ന് അവരെടുക്കുന്ന തീരുമാനം പ്രതിജ്ഞകളനുസരിച്ച് മുൻപോട്ടുള്ള പ്രാർത്ഥിയും കൃപയും നൽകി കർത്താവെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ആശ്രയിക്കണം പ്രാർത്ഥിക്കുന്നു. കടന്നിരിക്കുന്ന എല്ലാ ബന്ധുത്താറുകാരുടെ ചർച്ചക്കാരുടെ പ്രിയപ്പെട്ടവരുടെ നന്ദിയോടെ സ്ഥാപനം ചെയ്യുന്നു. ശുശ്രൂഷ വൈദികരെ അനുഗ്രഹിക്കണം. ശുശ്രൂഷ അനുഗ്രഹമായിരിക്കണം, സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് മക്കളെ അനുഗ്രഹിച്ച് ആശ്രയിക്കുന്നു. ഒരുപാട് അവരെ ബലപ്പെടുത്തണം, ശക്തിക്കണം. നമുക്കുടെ ജീവിതത്തിലൂടെ മഹത്വം എടുക്കണം. നടക്കുന്ന എല്ലാ കാര്യാലയങ്ങളും ദൈവമായ സാന്നിധ്യത്തിലേക്ക് പാവനം ഉണ്ടായിരിക്കും. വിശ്വസിച്ച് കൂടെ ഞങ്ങളുടെ വിനയമായ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഫോട്ടോ എടുക്കാനുള്ള അത് കഴിഞ്ഞ് രണ്ടാം ഭാഗം ശുശ്രൂഷ ചെയ്തു.
സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. ആയപ്പോൾ എല്ലായ്പ്പോഴും തന്നെ ഈ മണവാളനെ മണവാട്ടുകയും വാഴ്ത്തട്ടെ എന്ന് പട്ടക്കാരൻ അനുഗ്രഹിച്ചു ചെല്ലുമ്പോൾ മണവാളൻ മണവാട്ടി തന്നെത്താൻ വണങ്ങി കുരിശി വരയ്ക്കണം. ജനം ദൈവാ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പാടുകയും ചെയ്യാം. നിന്റെ നഗരങ്ങളാം നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ദർശനത്തിൽ പ്രസിക്കുകയും ചെയ്യുവാനാകണമേ. ആയതിപ്പോൾ എല്ലായ്പ്പോഴും തന്നെ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സഹായം
മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നതിനുമായ സ്വയംഭൂവും തന്റെ മാതാഹമാർ തന്റെ സിംഹാസനത്തിൽ നിന്ന് തനിക്ക് വന്ദനമടച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണാവൃത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടന്മാരുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം വന്ദനവും ധരിക്കാൻ യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുൽ ശുഭാ ലഓനിൻ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും മുതലോട് തന്നെ ബോധിക്കുകയും അത്യുന്നതങ്ങൾ അഗ്നിമാരുടെ കുണ്ടങ്ങൾക്ക് ശ്രേഷ്ഠതയെ പൊളിച്ചടക്കുകയും ഔന്നര്യമാതകളുടെയും അഭിമാനമാതകളുടെയും ധാരാളതയാൽ രാജ്യങ്ങളുടെ സ്ത്രീകളെ സന്ദർശിക്കുകയും ബലഹീന മണ്ണുമായ ശുശ്രൂഷയിൽ പ്രസാദിക്കുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും ശ്രേഷ്ഠതയായി വസിക്കുന്നവരും കൃത്യമായി ഇപ്പോൾ അടുത്തു വന്ന് കണ്ണുകളുടെ കീഴിലും ദേവിയുടെ പ്രഭാവികമായി നടിയാകെ നീ വാഴ്ത്തേണമേ. നമ്മളെ സർവോത്തര ഉത്തമരാജിപ്പാനും സുഖത്തോട് രക്ഷിച്ച് സന്ദർശിപ്പിക്കണമേ. കർത്താവിനെ കാത്ത് സുഖത്തെ നടത്തുന്ന നമ്മളിൽ കൂടി ഓടുവാനും ആത്മീയത വേണം തലപ്പുള്ളവരാകുവാനും ജഗതീകൃത പ്രധാനമായ ദിവ്യവ്യാപാര ആദായം ഉണ്ടാക്കുവാനും വേണമേ. കർത്താവെ, നിത്യജീവനെ സ്നേഹിക്കുന്നവൻ പാവങ്ങളോട് താമസിക്കുന്നതുമാകുവാൻ നിങ്ങൾക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധ വർഷത്തിൽ കടന്നു വരുവാനും ശപിക്കപ്പെട്ട സാധാരണ ഓടിപ്പോകുവാനും ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ വീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭക്തനിഷ്ഠതയിലും ദർപ്പണാനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘടനകൾ തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും പിന്നോട്ടവരെ രക്ഷിക്കുന്നവരും ദൈവത്തിന്റെ അനുസരണമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സമുദായത്തിലാക്കണമേ. നല്ലവനും മനുഷ്യ സ്നേഹിക്കുന്നവൻ നീ ആകയാൽ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഈ സ്തോത്രവും ഞാൻ വരയ്ക്കുന്നു ആയിരിപ്പോഴും എന്നേക്കും തന്നെ. ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മനുഷ്യരായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ സഭയുടെ തലയിൽ ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മനുഷ്യരായിട്ട് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മനുഷ്യരായി തന്റെ സഭയെ സ്നേഹിക്കുകയും
ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ചു വെടിപ്പാക്കുവാൻ മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധി നിഷ്കളവുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ലോകത്തിലെ ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹായെയും ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടികാലങ്ങളിൽ ഇപ്രകാരം പഠിപ്പിച്ചു. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയിലെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്നെ മുന്നാലെ ചെന്നു അവിടെ വെച്ച് അവനവരെ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തർ തന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനെ ഒരു ആണുപെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിടുന്നു മണവാളനയാജാര്യൻ അണിയിക്കും മകുടം രമ്യം. Glory
കർത്താവ് കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത കരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയിച്ചുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെ സന്തോഷിക്കുവാനാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിനും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാഴ്കൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയെന്ന ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെ അനുഗ്രഹിച്ച ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ബഹുമാനമുള്ള പട്ടക്കാരകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകല ജാതികളും സന്തോഷിച്ച സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ.
അഭാഗ്യയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. ഓശോ വിശ്വാസികളെ കരുതപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിവേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളും താല്പര്യമുള്ളവരും സൽക്രിയകൾ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ രക്ഷയുടെ മുമ്പാകെയും ശ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ ബെർഗോലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിന് മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുമ്പാകെയല്ല അറിയുന്നവന്റെ മുമ്പാകെ എത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുകയും ഇതായി ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥരായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും
ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാമത് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വരങ്കെ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ദൈവവിശ്വാസികൾ, നിങ്ങൾ ഓരോരുത്തരും അവന്റെ ഭാര്യമാരുടെ ബന്ധം ഏതു വിധത്തിൽ ഇരിക്കാൻ ന്യായമാകുന്നെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുമെന്ന് അറിഞ്ഞുകൊള്ളു. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാണെന്ന് അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ നിങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മയും ഇന്ന് കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമുണ്ട്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയമാക്കുന്നത് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. ഇടവകയിൽ നൽകുന്ന ആദ്യത്തെ ഗിഫ്റ്റാണ് വിശുദ്ധ വേദപുസ്തകം. തിരുവചനാധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ധാരധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങളുടെ മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും ഭൂമിയെ സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ഇതിന്റെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. I remember silence in springtime.
is start again? And what if all we needed was a reckoning? So put your eyes on me, damn it, put your eyes on me. മനോഹരമായ ദിവസമായിട്ട് നന്ദിയുടെ സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങളാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുവാൻ ഇടയാക്കുന്നതിനായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ വിവാഹോദാശയുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന എങ്ങനെയും ക്രിസ്തുവിനെയും പ്രത്യേക ദൈവങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരമാക്കി തീർക്കണമേ. മാലിന്യവും കറയുമില്ലാത്ത ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ. ദൈവമായ കഥാവെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ദൈവമായ കഥാവിൻ്റെ കൃപ കുടുംബജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കഥാവെ ഇപ്പോഴിവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ സ്വർഗം തുറന്നതിനെ കണ്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹകരമായി എല്ലാം ശബ്ദമായി ഉചിതമായി ക്രമീകരിക്കപ്പെടുവാൻ ഇടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നൽകിയവരെയും വായിക്കേണ്ട തിരിച്ചുള്ള തുടർന്ന കഥാവായ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ ഞങ്ങൾ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വായിക്കാൻ ഉപയോഗിച്ച് നൽകുവാനെ ഭക്ഷിച്ച് ബലപ്പെടുന്നവർക്കായി ജീവിക്കുവാൻ ശ്യാമത്തെ സഹായിക്കണം. എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ എല്ലാവരെയും മത്സരത്തിൽ പാലിക്കണം. യേശു സുമാതര അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.
silence in springtime. I believe I wrote it down. A reminder, something to hold on to, even though we're older now. Fading now, show me now. When sailing ships went through the clouds. Fading now, show me how. Getting back to the place we found. So what if all we had to do is start again? And what if all we needed was a reckoning? So put your eyes on me, damn it, put your eyes on me. Fading now, show me now. Sailing ships went through the clouds. Fading now, show me how. Getting back to the place we I remember silence in springtime. I believe I wrote it down. A reminder, something to hold on to, even though we're older now. Fading now, show me now. When sailing ships went through the clouds. Fading now, show me how. Getting back to the place we found. ഞാൻ എൻ്റെ കർണപർവ്വങ്ങളെ ഉയർത്തുന്നു, എനിക്ക് സഹായം ഇടുന്നു. എൻ്റെ സഹായം ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നേടുന്നു. നിന്റെ കാര്യം വരുവാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങിയില്ല, ഉറങ്ങിയില്ല. നിന്റെ പരിപാലനം പോകാൻ നിന്റെ വലത്തുഭാഗത്ത് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കില്ല. ഒരു ദോഷവും തട്ടാവണം എന്നെ പരിപാലിക്കാം. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നവർ തന്നെയേക്കും പരിപാലിക്കും. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന
ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ദിവസത്തിന്റെ സായന സമയത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ അവിടുത്തെ കരുണയിലും കാവിലും കൃപയിലും ഞങ്ങളെ പരിപാലിച്ച ഇവിടെ നടത്തുന്നവർക്കാട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒത്തായിരുന്ന കുടുംബത്തിലെ പ്രവേശ പ്രിയപ്പെട്ട മക്കൾക്കാട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇവരെ ഇന്ന് മുതൽ ആരംഭിച്ച കുടുംബീത കർത്താവ് തിരുനാമത്തിൻ്റെ മുൻപോട്ട് നയിപ്പാൻ തന്നെ അവരെ സഹായിക്കണമേ, ശക്തിയിരിക്കണമേ. ഇതുപോലെ ബന്ധപ്പെടുന്ന ഈ കുടുംബാംഗങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. വിശിഷ്യ ഈ ഭവനത്തിലായിരിക്കുന്ന വാർദ്ധക്യത്തിലെ പ്രായത്തിലുള്ള പിതാവിനെ മാതാവിനെ അവിടുത്തെ കരങ്ങളെ സമർത്താവേ, കൃപയിൽ മക്കളെ ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണമേ. എല്ലാ ബന്ധുവിധാളും സാക്ഷാത്കാരമായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മുമ്പാകെ തളയെ വണങ്ങിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷയൊക്കെയും ഏറ്റവും അനുഗ്രഹമായിട്ട് തിരുവാതിരങ്ങളാണ് ഞങ്ങളെ സഹായിച്ചാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് തലമുറയായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് കൂടെയുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മനുഷ്യനായിരിക്കുന്നതെല്ലാം തക്കതായ തന്നെ തക സമയത്ത് നൽകി അനുഗ്രഹിക്കുന്ന അവിടുത്തെ ദൈവമായ പരിപാലനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. ഏത് അവസരങ്ങളിലും കർത്താവിൽ ആശ്രയിച്ച് ബലപ്പെട്ട് ജീവിക്കാൻ കർത്താവെ സഹായിക്കണം. ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മാത്രമല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നിരാശപ്പെടുവാതെ അധൈര്യപ്പെടുവാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ തന്നെ അവരെ സഹായിക്കണമേ, ഒരുക്കണം. പ്രാർത്ഥന ജീവിതയാത്രയുടെ നീളം അവിടുത്തെ ദൈവമാനം നടത്തുന്ന കാവിലും കൃപയും കൂടെയും അവരെ ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണം. പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കാരും നന്ദിയോട് സ്തോത്രം. അപ്പോൾ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളും കർത്താവെ മടങ്ങിപ്പോകുന്ന മടക്കയാത്രകളൊക്കെയും കൂടിയിരിക്കുന്ന പ്രഭാതങ്ങൾ എത്രത്തോളം ഞങ്ങളുടെ യാത്രകളൊക്കെയും കൂടിയിരുന്നു ക്ഷേമമായിട്ട് കൊണ്ടുവന്ന് നന്ദിയോട് സ്തോത്രം. ഭവനങ്ങളിൽ ചെന്ന് അങ്ങേ സ്തുതിപ്പാന്തക്കൾ ഞങ്ങളെ സഹായിക്കണം, ഒരുക്കണം. ഞങ്ങളുടെ എന്ത് ചെയ്താൽ കൂടെ എല്ലാം ദൈവനാമഹത്വപ്പെടാൻ ഞങ്ങളെ സഹായിക്കണം, ഒരുക്കണം. വിശേഷികൾ കൂടെ ഞങ്ങളുടെ വിനയമായ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരുടെയും കുടുംബത്തിലെ പ്രവേശിപ്പിച്ച പ്രിയപ്പെട്ട മക്കളുടെ അവരുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും ഇന്നേക്കും കലാസങ്ങളും ഉണ്ടായിരിക്കുന്നതാകട്ടെ. ആമേൻ. Silence in springtime. I believe I wrote it down. A reminder, something to hold on.